Hi friends, welcome to Hamictech Graphics. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഇമേജിനെ PDF ആക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനെ പറ്റിയാണ്. അപ്പം ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റി നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ Image to PDF Converter എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷന്റെ പേര്. ഈ ഒരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഇതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കൂട്ടുകാർക്ക് ആവശ്യമെങ്കിൽ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. പരസ്യങ്ങളൊക്കെ കാണിക്കുക, അതൊക്കെ ഞങ്ങൾ ക്ലോസ് ചെയ്ത് കളയാം. ഇതാണ് ആപ്ലിക്കേഷന്റെ മെയിൻ ഇന്റർഫേസ്. ഇവിടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞാനിവിടെ ഇംഗ്ലീഷ് തന്നെ സെലക്ട് ചെയ്യുകയാണ്. അപ്പം ഈ ഒരു PDF-ന്റെ വർക്കിങ്ങിനെ പറ്റിയൊക്കെയാണ് നമുക്ക് ഇവിടെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇത് നെക്സ്റ്റ് അടിച്ചൊക്കെ പോവാം. ലാസ്റ്റ് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നതുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ പെർമിഷൻ ചോദിക്കും, അത് നമ്മൾ അലോ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ബാക്കിലോട്ട് വരാം. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഒരു പ്ലസ് ഐക്കൺ, ടാപ്പ് ഹിയർ ടു കൺവേർട്ട് ഇമേജ് ടു PDF എന്നത്. അപ്പം ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ട ഇമേജസ് ഒക്കെ ഏതോ അത് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. അതുപോലെ നമ്മൾക്ക് ഇവിടെ ഇമേജ് ടു PDF, അതുപോലെ ടെക്സ്റ്റ് ടു PDF, എക്സൽ ടു PDF. അപ്പം ഇതുപോലെ ഇമേജിനെ നമുക്ക് PDF ആക്കാൻ പറ്റും, അതുപോലെ ടെക്സ്റ്റിനെ PDF ആക്കാൻ പറ്റും, അതുപോലെ എക്സലിനെ PDF ആക്കാൻ പറ്റും. ഇപ്പോൾ നമുക്കിവിടെ ഇമേജിനെ PDF ആക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഇമേജ് ടു PDF എന്നത് ക്ലിക്ക് ചെയ്യാം. പരസ്യങ്ങളൊക്കെ വരുന്നത് നമുക്ക് ക്ലോസ് ചെയ്ത് കളയാം. ഇതിന് ശേഷം PDF ആക്കേണ്ട ഇമേജസ് ഒക്കെ ഏതോ അത് നമുക്കൊന്ന് സെലക്ട് ചെയ്യാം. ഞാനിവിടെ ഒരു 3 ഇമേജ് ഇതുപോലെ സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ താഴെയായിട്ട് ഇമ്പോർട്ട് എന്നൊരു ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത ഇമേജ് നമുക്ക് ക്രോപ്പ് ചെയ്യണമെങ്കിൽ ക്രോപ്പ് ചെയ്യാം. അതുപോലെ എന്തെങ്കിലും ഡ്രോ ചെയ്യണമെങ്കിൽ ഡ്രോ ചെയ്യാം. അതുപോലെ ഫിൽറ്റേഴ്സ് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ക്രോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്രോപ്പ് എന്നത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ആ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് മാത്രം മതി എന്നുണ്ടെങ്കിൽ അത്രയും ഭാഗം ക്രോപ്പ് ചെയ്തെടുക്കാം. അതിനുശേഷം താഴെ കാണുന്ന ആ ഒരു ടിക്ക് ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. അതിലൂടെ അടുത്ത ഇമേജ് ഇതുപോലെ നമുക്ക് ക്രോപ്പ് ചെയ്യണമെങ്കിൽ ക്രോപ്പ് ചെയ്തെടുക്കാം. അതുപോലെ ഇവിടെ ഏത് സൈസൊക്കെ വേണമെന്നുള്ളത് നമുക്കിവിടെ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ തൽക്കാലം ഫ്രീ സൈസ് തന്നെ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ഇമേജ് ഇതുപോലെ ക്രോപ്പ് ചെയ്തു. അതിനുശേഷം ടിക്ക് ഐക്കൺ ക്ലിക്ക് ചെയ്യുന്നു. ഇനി അടുത്ത ഇമേജും നമുക്കിതുപോലെ ക്രോപ്പ് ചെയ്യാം. ഓക്കെ, ടിക്ക് ഐക്കൺ ക്ലിക്ക് ചെയ്യാം. അപ്പം നമുക്ക് PDF ആക്കേണ്ട 3 ഇമേജസും നമ്മൾ ഇതുപോലെ എല്ലാം റെഡിയാക്കി കഴിഞ്ഞു. അതിനുശേഷം ഇവിടെ ഡ്രോ എന്നത് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ആ ഒരു ഇമേജിന്റെ പുറത്ത് നമുക്ക് എന്തെങ്കിലും ഡ്രോ ചെയ്യണമെങ്കിൽ ഡ്രോ ചെയ്യാം. തൽക്കാലം നമുക്കിത് വേണ്ട. അപ്പോൾ ഇത് അൺഡു ചെയ്യാം. മുകളിൽ അൺഡു ഐക്കൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് അൺഡു ചെയ്യാം. അതുപോലെ ഫിൽറ്റർ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ഫിൽറ്റർ നമുക്ക് ആഡ് ചെയ്യാം. ഇവിടെ കുറച്ചധികം ഫിൽറ്റേഴ്സ് ഉണ്ട്, ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഇമേജിൽ ആഡ് ചെയ്തെടുക്കാം. തൽക്കാലം ഇതൊന്നും ഞാൻ ചെയ്യുന്നില്ല. ഇനി ഇതെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത്, അതായത് ഇമേജസ് ഒക്കെ നമ്മൾ ക്രോപ്പ് ചെയ്ത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മളെല്ലാം ചെയ്തതിന് ശേഷം ഇവിടെ കാണുന്ന ഡൺ എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പം ഇവിടെ നമുക്ക് ഫയലിന്റെ നെയിം വേണമെങ്കിൽ ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഓൾറെഡി കിടക്കുന്ന നെയിം മാറിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള നെയിം ഇവിടെ സെലക്ട് ചെയ്യാം. അതിനുശേഷം സ്കെയിൽ ടൈപ്പ് വേണമെങ്കിൽ അതും നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. അതുപോലെ പേജ് സൈസ് A4 ഷീറ്റ് വേണമെങ്കിൽ അത് സെലക്ട് ചെയ്യാം. അതുപോലെ പേജ് നമ്പേഴ്സ് അത് വേണമെങ്കിൽ നമുക്കിതുപോലെ ഇവിടെ കൊടുക്കാം. തൽക്കാലം അതൊന്നും ഞാൻ കൊടുക്കുന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൊടുത്തതിന് ശേഷം കൺവേർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ആ ഒരു PDF ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്താ, ഇത് സേവ് ആയിരിക്കുന്ന ലൊക്കേഷനും നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മളിപ്പോൾ കൺവേർട്ട് ചെയ്ത PDF അവിടെ ഉണ്ട്, നമുക്കതൊന്ന് പോയി ചെക്ക് ചെയ്യാം. അതിനായിട്ട് ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യാം. സ്റ്റോറേജിനകത്ത് ഇവിടെ PDF ഫയൽസ് എന്നൊരു ഫോൾഡർ ഉണ്ട്, അതിൽ നോക്കാമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കൺവേർട്ട് ചെയ്ത ആ ഒരു PDF ഫയൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്.
and നമുക്ക് PDF ഇവിടെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ ലോങ് പ്രസ് ചെയ്തിട്ട് മുകളിൽ കാണുന്ന ഷെയർ എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നമുക്കിത് വാട്സപ്പ് വഴിയോ ജിമെയിൽ വഴിയൊക്കെ ഷെയർ ചെയ്യാവുന്നതാണ്. തൽക്കാലം ഞാൻ ഇത് വാട്സപ്പ് വഴി ഒന്ന് ഷെയർ ചെയ്യുകയാണ്. ഓക്കെ, വാട്സപ്പ് വഴി നമ്മുടെ PDF ഇവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പം വളരെ ഈസി ആയിട്ട് നമ്മുടെ ഫോണിലുള്ള ഇമേജസിനെയൊക്കെ നമുക്ക് PDF ആക്കി മാറ്റാൻ സാധിക്കുന്നതാണ്. അതിന് നമ്മളെ സഹായിക്കുന്ന ആപ്ലിക്കേഷനാണ് നമ്മളിപ്പോൾ പരിചയപ്പെട്ടത്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നല്ലൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് നമുക്ക് ഇത് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാനുണ്ട്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൻ വീഡിയോ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.